പാലക്കാട്ടിലെ അകലൂർ നായാടിക്കുണ്ട് കോളനി കനാൽ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രദേശനിവാസികളുടെ നേതൃത്വത്തിൽ കനാൽ റോഡ് മനുഷ്യമതിൽ തീർത്ത് ഉപരോധിച്ചു. 25ലേറെ കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡാണിത്. മഴക്കാലത്താണ് തീരാ ദുരിതം പേറുന്നത്. മുട്ടോളം ചളി മൂലം കാൽനട യാത്ര പോലും പ്രയാസം. വിദ്യാർത്ഥികളാകട്ടെ ദുരിതം പേറിയാണ് സ്കൂളിൽ പോയി വരുന്നത്. ഇരുചക്ര വാഹനങ്ങൾ ചെളിയിൽ വീഴുന്നതും പതിവ് സംഭവം. കനാൽ വന്ന് അരനൂറ്റാണ്ടായിട്ടും കനാലിനരികെ താമസിക്കുന്ന കുടുംബങ്ങൾക്ക് ഇനിയും സഞ്ചാരയോഗ്യമായിട്ടില്ല. പഞ്ചായത്തിൽ മാറി മാറി വരുന്ന ഒരു ഭരണസമിതിയും ഈ വിഷയത്തിൽ ഒരു നടപടിയും ഇന്നേ വരെ സ്വീകരിച്ചിട്ടില്ല. ഇലക്ഷൻ സമയത്ത് വോട്ട് ചോദിക്കാൻ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവിടെ എത്തുന്നതെന്ന് ഇവർ പരാതിപ്പെടുന്നു. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ പൊടി പോലുമില്ല. ഇവരെ കണ്ടുപിടിക്കാൻ എന്ന അവസ്ഥയാണ്. റോഡിന്റെ തകർച്ച മൂലം ഓട്ടോറിക്ഷ പോലും വിളിച്ചാൽ വരാത്തതിനാൽ രോഗികളെയും ഗർഭിണികളെയും ആശുപത്രിയിൽ എത്തിക്കാനും ദുരിതം. എന്തിനേറെ വീടുകൾക്ക് മുന്നിൽ നിൽക്കുന്ന വഴിവിളക്ക് പോലും കണ്ണു ചിമ്മി മാസങ്ങളേറെയായി. കനാൽ റോഡ് നന്നാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശനിവാസികൾ 2 മാസം മുൻപ് ജില്ലാ കളക്ടർ, ഗ്രാമപഞ്ചായത്ത് എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും മറുപടി പോലും ലഭിച്ചിട്ടില്ലത്രേ. പഴയ ലക്കിടി സെക്കൻഡ് വില്ലേജിൽ നിന്നും അകലൂർ ക്ഷേത്രത്തിൽ എത്തിപ്പെടാനുള്ള 2 കിലോമീറ്റർ ദൈർഘ്യമുള്ള എളുപ്പ വഴി കൂടിയാണ് ഈ കനാൽ റോഡ്. ബന്ധപ്പെട്ടവർ നടപടി എടുത്തില്ലെങ്കിൽ പഞ്ചായത്തിന് മുന്നിൽ വരും നാളുകളിൽ സമരം സംഘടിപ്പിക്കുമെന്നും പ്രദേശനിവാസികൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഉപരോധ സമരത്തിന് കെ അബ്ദുൾ റഹ്മാൻ, ശ്രീധരൻ, ജാനകി, പൊന്നു എന്നിവർ നേതൃത്വം നൽകി. ഒന്നിനും പറ്റില്ല. 2 സൈഡ് കാടാണ്. പിന്നെ വണ്ടി വരില്ല. ഒരു വണ്ടിക്കാരും ഞങ്ങൾ വിളിച്ചാൽ വരില്ല. കാരണം എന്താ വെച്ചാൽ ഒരു രോഗിയോ കൂടെ 2 വീട്ടിൽ ഗർഭിണികളുണ്ട്, 3 വീട്ടിൽ ഗർഭിണികളുണ്ട്. അവരെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞാൽ പോലും ഒരു വണ്ടിക്കാരോ ഒരു ആൾക്കാരും വരില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പറയണ എന്താ അറിയോ, നിങ്ങളുടെ അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഡബിൾ എന്താ പറയാ പൈസ ചെലവാക്കേണ്ട ഒരു വണ്ടിക്ക് എന്നാ പറയുന്നത്. അപ്പൊ പിന്നെ ഞങ്ങൾ ആരെയും വിളിക്കുക, ഒരു ഓട്ടോക്കാരും വന്നിരിക്കുക. പിന്നെ ഞങ്ങൾ നടന്നു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദൂരം പോകുമ്പോൾ തന്നെ പെയ്യാത്ത ആൾക്കാരാണ്. കാലോടിയിട്ട് ഒരാളിരിക്കണം. ആളെന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 100 വണ്ടിക്കാരെ വിളിച്ചിട്ട് വന്നില്ല. അവസാനം വെയ്യാത്ത അവര് സ്കൂട്ടിയിൽ എടുത്തിട്ടാണ് കൊണ്ടുപോയത്. കാലുകൊണ്ട് വയ്യാത്ത ആളെന്നെ സ്കൂട്ടിയിലെടുത്ത് ബാക്കിൽ ഒരാൾ ഇരുന്ന് പിടിച്ചിട്ടാണ് കൊണ്ടുപോയത്. ആരും വരില്ല. അങ്ങോട്ട് ഒരാളും ഇങ്ങനെ താഴെ കൊണ്ടിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും വരില്ല. ഇങ്ങനെ ഒരു ഓട്ടോക്കാരനാണ്. ഇവര് വരും, കാരണം അവരെ വീട്ടിൽ വരും. ഞങ്ങൾ അധികം വിളിക്കാൻ പറയുന്നത് ഏട്ടായി ഒന്ന് വരുമോ ചോദിച്ചാൽ വരും. കാരണം ഒരു ഓട്ടോക്കാരും വരില്ല നമുക്ക്. പിന്നെ ഒന്നാമത് ഈ എന്താ പറയാ, അവിടെ ഒരു ചെക്കിങ് നടന്നു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും ലോറി അടക്കം രാവിലെ നീച്ചു കഴിഞ്ഞാൽ നമ്മൾ കണി കണ്ണ് ലോറി കല്ല് കയറ്റിയിട്ടാണ് വരുന്നത്. അവിടെ വന്ന് പൂന്തി അപ്പുറത്ത് പൂന്തിട്ട് അവിടെ മണ്ണ് കൊടുന്ന് കൊട്ടി. ഇത് പിന്നെ ഒരു വണ്ടിക്കാർക്കും പോകാൻ പറ്റാത്ത ഒരു ഇതായി ചളി. ഇവിടൊക്കെ എത്ര ആൾക്കാർ വന്ന് വീണോന്ന് അറിയോ? നമുക്ക് അപ്പൊ ആകെ വേണ്ടത് റോഡ്. അത് കഴിഞ്ഞിട്ട് കറന്റ് ബൾബ് കത്തുണ്ടോ മിന്നിട്ട്. പക്ഷെ 2 വട്ടത്തിന്റെ മെമ്പറിനെ വിളിച്ചു പറഞ്ഞു കറന്റ് അവിടെ കത്തണില്ലാന്ന്. പരാതി കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. മാറി മാറി വരുന്ന സർക്കാരുകൾ അവർ വോട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ല. അങ്ങനെയാണ്. പിന്നെ റോഡ് ചളിയും ചേറും വഴിയും പിന്നെ ചപ്പും കുപ്പയൊക്കെ ആയിട്ട് ഞങ്ങളാണ് വെട്ടി വൃത്തിയാക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം. ഇവിടെ ഒരു വണ്ടി സമയത്ത് ഒരു വണ്ടി രോഗം വന്ന വണ്ടി വിളിച്ചാൽ വരില്ല. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. റോഡ് എത്രയും പെട്ടെന്ന് പരാതി കൊടുത്തോ? ഞങ്ങൾ കലക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.